വിദേശ കമ്പനികളുടെ സ്വപ്നഭൂമിയാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാഹന വിപണിയായ ഇന്ത്യ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതോടെ ഇന്ത്യൻ വാഹന വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. സ്വതന്ത്ര കരാർ യാഥാർത്ഥ്യമായതോടെ ആഡംബര കാറുകളുടെ നികുതിയിൽ കാര്യമായ മാറ്റങ്ങളായിരിക്കും വരിക. കൂടാതെ രാജ്യത്ത് വിദേശ നിർമ്മിത വാഹനങ്ങളുടെ വില കുറയാനും ഇത് കാരണമാകും. BMW, മെർസിഡസ് ബെൻസ്, ഓഡി, ഫോക്സ് വാഗൺ, ജാഗ്വർ ലാൻഡ് റോവർ, പോർഷെ, ലംബോർഗിനി, ഫെറാറി, മസരാട്ടി തുടങ്ങിയ ലക്ഷറി ബ്രാൻഡുകൾക്ക് ഇത് വലിയ അവസരമാണ് ഒരുക്കുന്നത്. എന്നാൽ ഇതോടെ ടാറ്റയും മഹീന്ദ്രയും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾ കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരും. കാരണം യൂറോപ്യൻ കരുത്തന്മാർ കുറഞ്ഞ വിലയിലായിരിക്കും ഇന്ത്യൻ നിരത്തുകൾ ഇനി കീഴടക്കാൻ എത്തുക. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യത്തെ പ്രീമിയം കാർ വിപണിയിൽ വൻ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. നിലവിൽ യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 100% ഇറക്കുമതി തീരുവ നൽകണമായിരുന്നു. എന്നാൽ പുതിയ കരാർ പ്രകാരം 15,000 യൂറോയ്ക്ക്, അതായത് ഏകദേശം 16 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള കാറുകൾക്ക് തീരുവ ഇനത്തിൽ 40% നൽകിയാൽ മതിയാകും. ഇത് കാലക്രമേണ 10% കുറയും. 2 ലക്ഷം പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ പ്രതിവർഷം ഇറക്കുമതി ചെയ്യാനാണ് അനുമതി. ഈ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്. ഇതോടെ BMW, മെർസിഡസ് ബെൻസ്, ഫോക്സ് വാഗൺ, റെനോ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ പ്രീമിയം മോഡലുകൾക്ക് വില വലിയ തോതിൽ കുറയും. ഇതുകൂടാതെ ഇന്ത്യൻ വാഹന വിപണിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 25 ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള ചെറു കാറുകൾ യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കില്ല. പകരം അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിക്കും. ആഭ്യന്തര വ്യവസായത്തെ സംരക്ഷിക്കാൻ അതീവ ജാഗ്രതയോടെയാണ് സർക്കാർ നീങ്ങുന്നത്. ഇന്ത്യൻ കമ്പനികളുടെ താൽപര്യം സംരക്ഷിക്കാൻ തുടക്കത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിൽ തീരുവ ഇളവ് നൽകില്ല. 5 വർഷത്തിനു ശേഷം ഇക്കാര്യത്തിൽ മാറ്റം വരുത്തിയേക്കും. വിൽപ്പനയുടെ കാര്യത്തിൽ US-നും ചൈനയ്ക്കും പിന്നിലായി ലോകത്തിലെ മൂന്നാമത്തെ വലിയ കാർ വിപണിയാണ് ഇന്ത്യ.